ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ഇത് ഒരു പ്രിപ്പയർഡ് ടോക്ക് അല്ല. എനിക്കിപ്പോൾ തോന്നി എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ് ഈസ് ഇറ്റ് എ സയൻസ് ഓർ ആർട്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും മിക്ക കമ്പനീസും ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ഏരിയ എന്റർപ്രൈസ് ബിസിനസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ മെയിൻ്റനൻസ് ആ ഒരു ഇതിലാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് വീക്ഷണങ്ങളാണ്. ഇതൊരു എന്താ പറയാ, ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ മ്യൂസിക്സ് ഫ്രം മീ. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ് us talk about the term enterprise. എന്റർപ്രൈസിന് ഒരു നിർവചനം നൽകാനൊന്നും ഞാൻ പ്രിപ്പയർഡ് ഒന്നുമല്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ അറ്റ്ലീസ്റ്റ് സോഫ്റ്റ്വെയർ സർവീസസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആൻ ഇന്റർനാഷണൽ firm or concern with operations worldwide എന്നുള്ള ഒരു വീക്ഷണം എടുക്കാം. ഇപ്പോ an international firm or concerned with operations worldwide, അതായത് അത് വേണമെങ്കിൽ എന്താ പറയാ, it can be an Indian firm, an Indian firm which has got operations വേൾഡ്. അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭാരതി ടെലികോം, അപ്പോ അതൊക്കെ അങ്ങനത്തെ ഒരു കമ്പനിയാണ്. അതായത് അവർക്ക് ആഫ്രിക്കയിലൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോ സോ ദ വേ ഐ ലുക്ക് ഇറ്റ് ഈസ് ആക്ച്വലി മൾട്ടിപ്പിൾ ജോഗ്രഫീസില് ഒരു ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉള്ള കൺസേൺസിനെ, വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ് കൺസേൺസിനെ നമ്മൾ എന്റർപ്രൈസ് എന്ന് വിളിക്കും. അപ്പോ എന്താ പറയാ, അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എന്താ പറയാ, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, അതേമാതിരി ഇൻഫർമേഷൻ ആർക്കിടെക്ചർ, അതായത് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിക്ക എന്റർപ്രൈസ് സ്ഥാപനങ്ങൾക്കും എന്താ പറയാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ചില സ്ഥലത്ത് അതിനെ അക്കൗണ്ട്സ് പേയബിൾ എന്നൊക്കെ പറയും, അക്കൗണ്ട്സ് പേയബിൾ, റിസീവബിൾ, ചില സ്ഥലത്ത് അതിനെ എന്താ പറയാ നമ്മള് പേറോൾ ചില സ്ഥലത്തല്ല പേറോൾ പ്രോസസ്സിംഗ് വേണം. അത് ചിലപ്പോ ഇൻസൈഡ് ദ കമ്പനി അടക്കാം, അത് ഔട്ട്സോഴ്സ് ചെയ്യാൻ. പിന്നെ ലോജിസ്റ്റിക്സ്, അതായത് അവരുടെ ഇൻവെന്ററി മൂവ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു, അതായത് ടു ആൻഡ് ഫ്രോ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോ മാനുഫാക്ചറിങ് മെറ്റീരിയൽ കുറവുക, ഇതൊക്കെ സപ്ലൈ ചെയിൻ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലിസ്റ്റ് ഓഫ് വെണ്ടേഴ്സ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സസ്, പിന്നെ എന്താ പറയാ ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം ഒരു CIOന്റെ അത് പരിധിയിൽ വരുന്നുണ്ട്, ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ, അതായത് ഓഫീസർ CIO. അദ്ദേഹമാണ് എന്താ പറയാ മിക്ക എന്റർപ്രൈസിലും അതായത് എന്താ പറയാ ഈ ഇതെടുക്കുന്നത്, അതായത് ഡിസിഷൻസ് ഓൺ ഹൗ ടു പ്രൊക്യൂർ ദി സോഫ്റ്റ്വെയർ. അപ്പോ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വി ക്യാൻ ആക്ച്വലി പ്രൊക്യൂർ അപ്ലിക്കേഷൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാപ്പ് ഫിനാൻസ്, പിക്കോ, ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മൊഡ്യൂൾ ഉണ്ട്. ഒറാക്കിൾ ഫിനാൻഷ്യൽസ്, ഇങ്ങനത്തെ എന്താ പറയാ പ്രീ പാക്കേജ്ഡ് അപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ there is no need for you to build one. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എന്റർപ്രൈസിലും ഒരു മെയിൻ കൺസേൺ ആണ് ബിൽഡ് വേഴ്സസ് ബൈ. അപ്പോ ഇന്ന് എന്താ പറയാ മോസ്റ്റ് CIOs പ്രിഫർ ബൈ. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഷുഡ് ബി ബൈ എ സൈറ്റ് ലൈസൻസ്, അതായത് ഒരു സൈറ്റില്, അതായത് ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു കോപ്പി നമ്മുടെ പ്രമൈസസിൽ ചെയ്യണോ, ഓർ പേ ബൈ യൂസ് പ്ലാറ്റ്ഫോം ആയിരിക്കണം. അപ്പോ എന്താ പറയാ ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ചുറ്റുവട്ടത്താണ് എന്താ പറയാ
ഈ ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറോ അതേമാതിരി തന്നെ പേറോള്, ട്രാവൽ, ഇപ്പൊ സാപ്പ് ട്രാവൽ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ അങ്ങനെ ട്രാവൽ ഡെസ്ക് എന്നൊക്കെ പറഞ്ഞ ട്രാവൽ സോഫ്റ്റ്വെയർ, ഇതൊന്നും ആരും ഇപ്പോ സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാറില്ല. ദേ പ്രൊക്യൂർ ദോസ് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ. സോ ഇൻ ദോസ് ഹൊറിസോണ്ടൽസ് ഒക്കെ ഇറ്റ് ഈസ് പ്രിഫേർഡ് ദാറ്റ് എന്താ പറയാ, യു buy either you can buy a site license or you can actually subscribe to a pay by use platform. The SAP on demand അല്ലെ, അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ SAP travel on demand, അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഓരോ കമ്പനീസും. സോ ദേ ഗെറ്റ് എ ബൾക്ക് ഓഫ് their revenue. അപ്പോ rather than trying to build a custom software, okay, you do it. അപ്പോൾ for example Salesforce management, so there is a hosted platform called Salesforce. പിന്നെ നമുക്ക് you need not build it. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻസ് മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാമേഴ്സ് ആർ ആക്ച്വലി പ്ലേസിംഗ് ദർ ബെറ്റ്സ് വിത്ത് കസ്റ്റം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, യൂസിങ് .NET, ജാവ, നീം, അതായത് എന്താണ് MySQL, എക്സ്പ്രസ്, ആംഗുലർ, നോഡ്, അല്ലെങ്കിൽ PHP stack or maybe Python WSGI. അപ്പൊ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് മിക്ക ഡെവലപ്പേഴ്സും ഇൻ ഇന്ത്യ ദേ ആർ ആക്ച്വലി പ്ലേസിംഗ് ദെയർ ബെറ്റ്സ്. ഓക്കെ, അപ്പൊ കസ്റ്റം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ബിക്കോസ് ഓഫ് ദി സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ ആൻഡ് ദി ഇബിക്വിറ്റി, അതായത് ഇന്റർനെറ്റിന്റെ എന്താ പറയാ ഒരു ഇത് മൂലം, അതായത് ഇന്റർനെറ്റ് പോപ്പുലർ ആയതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സബ്സ്ക്രൈബ് ടു അപ്ലിക്കേഷൻസ് ഓവർ ദ വയർ. അപ്പൊ ഒരു കസ്റ്റം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കുറഞ്ഞു വരികയാണ്. പക്ഷെ എങ്കിലും ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക എത്ര ശ്രമിച്ചാലും ദർ ആർ ആൾവേസ് ഗ്യാപ്സ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വരുന്ന പാകപ്പുഴ മൂലം നമുക്ക് കൂടുതൽ ഇന്റഗ്രേഷൻ സോഫ്റ്റ്വെയറിലോട്ട് വരും. അപ്പോൾ നമുക്ക് സ്ട്രിംഗ് റാപ്ഡ് എന്താ പറയാ പ്രീ പാക്കേജ്ഡ് അപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, അവരായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതേമാതിരി കസ്റ്റം ഡെവലപ്മെന്റ് വേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീ പാക്കേജ്ഡ് അപ്ലിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദർ ആർ ഇഷ്യൂസ്. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ചെയ്യണം. പിന്നെ മൊബൈൽ ഫ്രണ്ട് എൻഡ്സിലോട്ട്, അതായത് ഇപ്പൊ എന്താ പറയാ ഡാറ്റ ഡെലിവറി, അപ്പൊ അതിനെ വേണ്ടി നമുക്ക് റിപ്പോർട്ട്സ് എന്ന് പറയാം, റിപ്പോർട്ട്സ് ടു യൂസർ കൺസോൾ ഓർ മൊബൈൽ. അതൊരു അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ എന്താ പറയാ റെസ്റ്റ് API റോൾ ദ റൂസ്റ്റ്. അപ്പോ ബേസിക്കലി നമുക്ക് എന്താ പ്രീ പാക്കേജ്ഡ് അപ്ലിക്കേഷൻസ് ഉണ്ട്, കസ്റ്റം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ യു ക്യാൻ ആക്ച്വലി ബൈ സോഫ്റ്റ്വെയർ ആൻഡ് യു ക്യാൻ കസ്റ്റമൈസ് ഇറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ എ ബാങ്ക്, ഓക്കെ, സോ യു ഹാവ് ഗോട്ട് iFlex, അത് ഫ്ലെക്സ് ക്യൂബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇപ്പൊ ആക്ടിന്റേതാണ്. അതേമാതിരി തന്നെ കുറെ കമ്പനികൾക്ക് ബാങ്കിങ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഇപ്പൊ Finacle. അപ്പൊ ഇതൊക്കെ എന്താ പറയാ ബാങ്കിങ് പ്ലാറ്റ്ഫോംസ് ആണ് വിച്ച് യു ക്യാൻ ആക്ച്വലി ഡു കസ്റ്റമൈസേഷൻ. ആൻഡ് അപ്പോ ബേസിക്കലി എന്താ പറയാ എന്റർപ്രൈസ് അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റി ആണ്. സോ യു ഷുഡ് ട്രീറ്റ് ഇറ്റ് ആസ് എ ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി. ഈവൻ ഇഫ് യു ആർ സ്മാർട്ട് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഷൈൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്താ പറയാ ഒരു നല്ലൊരു എന്റർപ്രൈസ് ഡെവലപ്പർ ആണെങ്കിൽ കുറച്ച് ട്രേറ്റ്സ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാനിതൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു ഷുഡ് ബി ഗുഡ് അറ്റ് ലീസ്റ്റ് വൺ പ്ലാറ്റ്ഫോം, ഗുഡ് at least one platform. So it can be as a .NET. Okay, I will actually paste it from here. Okay, any of the platform, but ideally speaking, okay, you should have a primary platform and a lot of secondary platforms at will. If you are interested, you should be able to code. So ida oru atyavashya ghadagamaanu. But if you want to become a very useful enterprise developer, you should be comfortable with the .NET ecosystem and JEE ecosystem. If you are comfortable with both, and okay, if you understand how you can use PHP, Python in an ad hoc manner if the need arises, then you will be the
rest at a rest of the platforms you should actually learn on the fly, or some kind of a rookie smartness. Rookie smartness കാണിക്കുകയാണെങ്കിൽ you will be the sought after developer in enterprise company. Okay, അപ്പോ see ഇപ്പൊ ഇവിടെയും അപ്പൊ good at least one platform, and you should have actually good architectural design, programming model, implementation skill. അപ്പോ ഇപ്പൊ ഇത് നമുക്ക് വേർതിരിച്ച് കണ്ടു. അപ്പൊ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ see for all of these things, okay, you have got patterns and pattern catalogs available. അപ്പൊ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചർ deals with the structural aspect of your IT assets എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഒരു ആപ്ലിക്കേഷനിലൊന്നും ഒതുക്കാൻ പറ്റുന്നതല്ല, ഘടനാപരമായിട്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോ I can say structuralism, പക്ഷേ okay, structuralist approach. അപ്പോ design is actually mostly concerned about design എന്ന് പറഞ്ഞാൽ is mostly concerned about behavioral aspect, സ്വഭാവമാണ് of your IT assets. കുറച്ചും കൂടി ഗ്രാനുലർ ആണ്. ഇപ്പൊ ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറയാം. See, the reason why I am actually segregating, ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മുറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർക്ക് ഇത് രണ്ടും ഒരു ഒറ്റ കാര്യമായിട്ടാണ് ആർക്കിടെക്ചറും ഡിസൈനും തമ്മിൽ ഇത് ചെയ്യാറില്ല. പക്ഷെ ഞാൻ അത് ചെയ്യുന്നതിന്റെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റത്തെ കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ ജ്ഞാനം വേണം. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൊമൈൻ അഗ്നോസ്റ്റിക് മാനറിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഏത് ഡൊമൈനിലാണ്, ഇപ്പൊ ഹെൽത്ത് കെയർ ആണോ ഇതാണെന്നെങ്കിൽ അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് അറിയണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിസൈൻ ചെയ്യണമെങ്കിൽ we need to dig deeper. പിന്നെ പ്രോഗ്രാമിംഗ് മോഡൽ എന്നുള്ളത് ഇവിടെ ഞാൻ പരാമർശിച്ച് പലപ്പോഴും കണ്ടിട്ടില്ല. മോഡൽ വ്യൂ ഓഫ് തിങ്സ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെ പോയി നോക്കിയാലും എന്താ പറയാ, പറയണം OOP/FP എന്താന്ന് പറയണം. അതായത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വിത്ത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് സപ്പോർട്ട്. C#, ജാവ, മിക്ക ലാംഗ്വേജസും അങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ഫങ്ഷണൽ റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ്, അതായത് RX അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണം. പിന്നെ we should be good at concurrency models. പിന്നെ എന്താ പറയാ, ഒരു ലോക്ക് ഫ്രീ പ്രോഗ്രാമിംഗ് എന്ന് പറയും. അതായത് നമ്മൾ കോഡ് എഴുതുമ്പോൾ ലോക്ക് ഒന്നും ഉപയോഗിക്കാതെ പ്രോഗ്രാം എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റേഷൻ ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇംപ്ലിമെന്റേഷൻ deals with how you encode your solutions. അവിടെ ഒരു എന്താ പറയാ, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു പ്യൂറിസ്റ്റ് അപ്രോച്ച് ഒന്നും പറ്റില്ല. അതായത് ഇപ്പോഴത്തെ മിക്ക സോഫ്റ്റ്വെയറും യു നീഡ് ടു പുഷ് തിങ്സ്. അപ്പൊ നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഫസ്റ്റ്, അതായത് ഒരു ലക്ഷണമൊത്ത എന്റർപ്രൈസ് ഡെവലപ്പറിന്റെ ഒരു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സീനിയർ, ഒരു 5 കൊല്ലം കഴിഞ്ഞ ഒരാളുടെ ലക്ഷണമാണ് യു ഷുഡ് ബി ഗുഡ് അറ്റ് അറ്റ്ലീസ്റ്റ് വൺ പ്ലാറ്റ്ഫോം, മോർ ദ ബെറ്റർ. അതായത് പിന്നെ 2 ആർക്കിടെക്ചർ, ഡിസൈൻ, അങ്ങനെ ഈ 4 തലത്തില് അത്യാവശ്യം സ്കില്ല് വേണം. ഈ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞപ്പോ ഇവിടെ തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിക്കവരും വെബ് ആർക്കിടെക്ചർ എന്താ പറയാ, MVC ആർക്കിടെക്ചർ, മോഡൽ വ്യൂ കൺട്രോളർ ആൾക്കാർ ഫെമിലിയർ ആണ്. ഇപ്പോ ചില ആൾക്കാർ മോഡൽ വ്യൂ പ്രസന്ററിൽ ഫെമിലിയർ ആണ്. ഇഫ് യു ഹാവ് ഡൺ റിച്ച് ക്ലയന്റ് ആപ്ലിക്കേഷൻ or rich internet application, you might be comfortable with InVM. പിന്നെ അപ്പോ എന്താ പറയാ, ഇങ്ങനെ ഇപ്പൊ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ, സ്പാ. അപ്പൊ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ഇങ്ങനെ നമുക്ക് കുറെ മോഡൽസ് ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, അതെല്ലാവരും ഫെമിലിയർ ആണ്. പക്ഷെ എങ്കിലും ഇഫ് യു വാണ്ട് ടു റൈറ്റ് എ മിഡിൽ വെയർ,
അപ്പൊ ഈ നോളജ് ഒന്നും പോരാ. പക്ഷെ നമ്മളിപ്പോ ഇവിടെ അസ്യൂം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വി ആർ നോട്ട് റൈറ്റിംഗ് മിഡിൽ വെയർ, വി വിൽ കൺസ്യൂം മിഡിൽ വെയർ. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ വെബ് ആർക്കിടെക്ചർ ആൾക്കാർ ഫെമിലിയർ ആണ്. പക്ഷെ ഇപ്പൊ നൗ ഓക്കെ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ സ്പാർക്ക്. സോ ഡാറ്റ ഇന്റൻസീവ് ആർക്കിടെക്ചർ കൂടി അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഇപ്പോ സ്പാർക്ക്, സ്റ്റോം, കാഫ്ക, ഫ്ലിങ്ക്, കിനസിസ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ, ഇതിനെക്കുറിച്ചൊരു നല്ല ഒരു പരിജ്ഞാനം മോഡേൺ ആർക്കിടെക്ചേഴ്സ് അറിയാവുന്നവർക്ക് വേണം. ഇപ്പൊ ഡാറ്റ ഇന്റൻസീവ് ആർക്കിടെക്ചറിൽ തന്നെ സ്പാർക്ക് ഒരു ഡാറ്റ പാരലൽ സിസ്റ്റം ആണ്. അപ്പൊ യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡാറ്റ പാരലലിസം. സ്റ്റോം ഇങ്ങനെ കുറെ, അതായത് അപ്പാഷയുടെ കുറെ സ്റ്റാക്ക് ഉണ്ട്. അത് എന്താ പറയാ ഒരു ടാസ്ക് പാരലലിസം. അപ്പോ ഇപ്പോ നമ്മളെ കാഫ്ക, അപ്പൊ കാഫ്ക ഒക്കെ നമ്മൾ വരുമ്പോ ഇറ്റ് ഹാസ് ഗോട്ട് ദ ക്യൂയിങ്, സ്ട്രീമിംഗ്, പിന്നെ നമുക്ക് പെർസിസ്റ്റൻസ്, ഇത് മൂന്നും തരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാഫ്ക അതായത് ഒരു ജുഡീഷ്യസ് ആയിട്ട് റിട്ടൻഷൻ പീരീഡ്, judicious use of retention period will actually help you to എന്താ പറയാ use it as even a database. പിന്നെ നമുക്ക് എന്താ പറയാ സ്റ്റോറേജ് സിസ്റ്റംസ്. അപ്പൊ അവിടെ എന്താ പറയാ അസൂർ ബ്ലോബ് സ്റ്റോറേജ്, ആമസോൺ S3. പിന്നെ at the same time okay people should understand Red Hat set. പിന്നെ എന്താ പറയാ there should be good awareness about NoSQL databases. So Cassandra, MongoDB. If you are familiar with graph application, GraphQL, പിന്നെ എന്താ പറയാ ബിഗ് ഹൗസ്, യു നെയിം ഇറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലാണ് നമുക്കൊരു ഡാറ്റ ഇന്റൻസീവ് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇപ്പൊ ഡിസൈൻ തന്നെ ഇപ്പൊ എന്താ പറയാ ഇതിനെ കുറിച്ചൊരു ഓവറോൾ വ്യൂ. അപ്പോ എന്താ പറയാ സ്പാർക്ക് ഇപ്പൊ എന്താ പറയാ runs in master slave mode, whereas Kafka is actually leader follower mode. Storm is good for task parallelism. Spark in the case transformation and actions separate transformations referentially transparent ആയിരിക്കണം. റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസിയെ കുറിച്ച് ഞാൻ വേറെ പിടിച്ചിട്ടുണ്ട്. കാഫ്കയിലാണ് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ വെബ് സർവീസസ് സ്പാർക്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കുറെ ന്യൂആൻസസ് ഉണ്ട്. ആൻഡ് റീസെന്റ് ഐ ആം ഷൂട്ടിംഗ് ദിസ് വീഡിയോ ബിക്കോസ് ഇങ്ങനെ ഒരു സമഗ്രമായ ഒരു മോഡൽ ഡ്രിവൺ അപ്രോച്ച് ഞാൻ ആൾക്കാരെ കാണിക്കുന്നതല്ല. സി ഐ ആം നോട്ട് സെയിങ് ദാറ്റ് ഞാൻ പെർഫെക്റ്റ് ആണെന്ന്. സോ ഇതൊരു ആശയം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഡിസൈൻ ആണെങ്കിൽ തന്നെ ഇപ്പോ ഇവിടെ നോക്കുക. അപ്പൊ Spark, you should actually Spark design. See, first you should understand that okay, Spark is a streaming system. So the shared memory equivalent of Spark streaming system is the Java streams. Microsoft RX. ഇതെല്ലാം എന്താണ് അതേമാതിരി ജാവ RX, ഇതെല്ലാം സ്ട്രീമിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോ എന്താ പറയാ ഇപ്പൊ ഈ മൈക്രോസോഫ്റ്റ് RX എന്ന് പറഞ്ഞ സാധനം RX can be treated as reverse link. അതായത് ലിങ്ക് IEnumerable IQueryable ആണെങ്കിൽ ഇവിടെ ഒബ്സർവബിൾ ഒബ്സർവർ ആണ്. അപ്പോ എന്താ പറയാ ഒരു ഷെഡ്യൂളറിന്റെ ആവശ്യമുണ്ട് RX-ല്. അപ്പോ വാട്ട് ഈസ് സ്പാർക്ക്? സ്പാർക്ക് ഈസ് നത്തിങ്. അപ്പോ എന്താ പറയാ റിവേഴ്സ് ലിങ്ക്.
So you can do shared memory parallel programming using Plink or parallel link. Appo endha paraya, so Spark is nothing but parallel programming at a distributed level. I mean, so effectively what happens is, okay, modern systems, whether it is synchronous, serial, synchronous, parallel, distributed, uses one single programming model. The programming model is same across all these things. Okay, so if you invest your time in functional programming, then stream programming, generic programming, and say task parallel programming. You can be good at even Spark. Okay, so you need not go and do Spark on a day-to-day basis. So design aspect variable, so you should be able to see, you need to do a Sushma Drishtiyal ningade problem endaanu nokkanam. Adu kazhinjittu you should understand ipo endha paraya streaming system endana, distributed parallel programming engane cheyan pattum, എന്താണ് ഈ പ്രോഗ്രാമിംഗ് മോഡൽസ് എങ്ങനെയായിരിക്കുന്നത്, ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്, സ്ട്രീം പ്രോഗ്രാമിംഗ്, ജനറിക് പ്രോഗ്രാമിംഗ്, ടാസ്ക് പാരലൽ പ്രോഗ്രാമിംഗിലെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ കൺകറൻസിയും പാരലലിസവും ഡിസ്ട്രിബ്യൂഷനും അതേമാതിരി അതിന്റെ ഫോൾ ബാക്ക് ആയിട്ട് സീരിയൽ സിസ്റ്റംസും എങ്ങനെ എഴുതാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇത് വേണം. അപ്പൊ ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചറൽ തലത്തിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള മോഡൽസ് അറിയണം, ഡിസൈൻ തലത്തിലും ഇത് വരണം. ഇപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിനേക്കാളും ഇവിടെ നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സ്ട്രീം പ്രോഗ്രാമിംഗിന്റെ കേസിലും അവിടെ എന്താ പറയാ എല്ലാം നമുക്ക് ഡിസൈൻ എന്ന് നമുക്ക് വിളിക്കാം. അതായത് എന്ന സ്ഥാനത്ത് ഈ പറയണ എന്താ പറയാ ആൻഡ് അറ്റ് എ പ്രോഗ്രാമിംഗ് ലെവൽ, മോഡൽ ലെവൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അതായത് ഈ രീതിയിൽ, അതായത് ഐ വിൽ ആക്ച്വലി പുട്ട് ദേർ. അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് മോഡൽസ് അറിയണം ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു treat it in a uniform manner. അപ്പോ ഇപ്പോ ഇതിന്റെ ചുറ്റുമായിരിക്കണം നമ്മുടെ implementation. See, by the time you reach implementation, you should be sure about what we are supposed to do. പക്ഷേ ഇനിയിപ്പോ ഇവിടെ തന്നെ നമുക്ക് ടെക്നിക്കൽ ഡെറ്റ് വരും. ടെക്നിക്കൽ ഡെറ്റ് എന്നുള്ള ടേം എന്താണെന്നുള്ളത് മാർട്ടിൻ ഫൗളറിന്റെ ബ്ലിക്കിയിലെ കൺസൾട്ട് മാർട്ടിൻ ഫൗളേഴ്സ് ബ്ലിക്കി, പിന്നെ കോഡ് സ്മെല്ല് വരാം. അപ്പോ പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീഫാക്ടർ only when code has gone to production. അപ്പൊ ഈ വീഡിയോയില് നമ്മളിപ്പോ ഇത്രയും കണ്ടതെന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ് അതൊരു സയൻസ് ആണോ ആർട്ടാണോ? അത് ആർട്ടാണെന്നാണ് പൊതുവെയുള്ള വിചാരം, അല്ലെങ്കിൽ ആർട്ടും സയൻസും കൂടി കൂടിയതാണ്. പക്ഷെ അതിനെ ഒരു ശാസ്ത്രീയമായിട്ട്, അതായത് ശാസ്ത്രം എന്നുള്ളത് ഒരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്നുള്ളതാണ്, അല്ലാണ്ട് ഒരു ഡിറ്റർമിനിസ്റ്റിക് സയൻസ് സെൻസിലല്ല നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ എന്റർപ്രൈസ് എന്താണ് അവലോകനം ചെയ്തു. ഇന്റർനാഷണൽ ഫേം ഓർ കൺസേൺ വിത്ത് ഓപ്പറേഷൻസ് വേൾഡ് വൈഡ്, or an Indian firm which or a domestic firm നമ്മൾ ചെയ്യും which has got operation worldwide.
ഭാരതി ടെലികോം, ഏഷ്യൻ പെയിന്റ്സ് അങ്ങനെയുള്ളത്. അതായത് കമ്പനീസ് വിച്ച് എക്സ്പോർട്ട് ആൻഡ് അവർക്ക് മാർക്കറ്റിംഗ് ഓഫീസ് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് അത് വിളിക്കാം. അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്താ പറയുക, ഇപ്പൊ കസ്റ്റം അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പേറോൾ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, ഹ്യൂമൻ റിസോഴ്സസ്, ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം CIOയുടെ കണ്ണിൽ അവർ ബൈ വേഴ്സസ് ബിൽഡ് റെൽമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മിക്ക ആൾക്കാരും അത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. നോബഡി ആക്ച്വലി ട്രൈസ് ടു buy it, develop it. Okay, they buy it and they integrate with their existing system. അപ്പോ they procure applications, pre-packaged application. പിന്നെ എന്താ പറയാ, നമുക്ക് സൈറ്റ് ലൈസൻസ് വാങ്ങിക്കാം അല്ലെങ്കിൽ പേ ബൈ യൂസ് പ്ലാറ്റ്ഫോം വാങ്ങിക്കാം. അപ്പോൾ സൈറ്റ് ലൈസൻസ് വാങ്ങിക്കുമ്പോൾ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, പേ ബൈ യൂസ് ആകുമ്പോൾ നമുക്ക് ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ ഉള്ളു. അപ്പൊ CapEx വേഴ്സസ് OpEx ഡിബേറ്റ് എന്ന് പറയും ഇതിനെ. CapEx വേഴ്സസ് OpEx ഡിബേറ്റ്. ഓക്കെ, കസ്റ്റം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ .NET ജാവയാണ് പ്രൈമറി പ്ലാറ്റ്ഫോം ഫോർ എന്റർപ്രൈസസ്, ഓർ മെയിൻ അല്ലെങ്കിൽ PHP, Python, WSGI അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. ഇതിന്റെയൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പൊ റെസ്റ്റ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഡാറ്റ ടു യൂസർ കൺസോൾ ഓർ മൊബൈൽ, അതാണ് മെയിൻ കൺസേൺ. അപ്പൊ അവിടെ റെസ്റ്റ് API വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യും. അപ്പോൾ ബാങ്കിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ച് കസ്റ്റമൈസ് ചെയ്യും. അതായത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ട്രേഡ്സ് ഓഫ് എ എന്റർപ്രൈസ് ഡെവലപ്പർ എന്നാണ് ഈ ലാസ്റ്റ് സെക്ഷൻ. Traits of a good enterprise developer, enterprise platform developer. He should be good at least one platform, .NET or Java or Mean or PHP, Python, WSGI, .NET ecosystem and JE ecosystem എന്തായാലും അറിഞ്ഞിരിക്കണം. JE ecosystem കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഫ്യൂച്ചറിൽ ചെയ്യായിരിക്കും. അതായത് റെസ്റ്റ് ഓഫ് ദി പ്ലാറ്റ്ഫോംസ് അറ്റ്ലീസ്റ്റ് ഓൺ ദ ഫ്ലൈ സ്കിൽസ് പിക്ക് ചെയ്യാൻ പറ്റണം, റൂക്കി സ്മാർട്ട്നെസ്. അപ്പോ ആർക്കിടെക്ചറൽ ഡിസൈൻ, പ്രോഗ്രാമിംഗ് മോഡൽ ഇംപ്ലിമെന്റേഷൻ സ്കില്ല് വേണം. അതായത് കോർ പ്ലാറ്റ്ഫോം അറിഞ്ഞിരിക്കണം, ആർക്കിടെക്ചർ ഡിസൈൻ പ്രോഗ്രാമിംഗ് മോഡൽ ഇംപ്ലിമെന്റേഷൻ സ്കില്ല് വേണം. അതിൽ ആർക്കിടെക്ചർ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഘടനാപരമായ കാര്യങ്ങളാണ്. അതായത് ഒരു ബിൽഡിങ്ങിന് അനലോജി എടുക്കുക കഴിഞ്ഞാൽ പില്ലേഴ്സ് ആണ് ആർക്കിടെക്ചർ. ഡിസൈൻ ആണ് നമ്മൾ അതിന്റെ വാളും ഇന്റീരിയർ ഡിസൈൻ നോക്കുക. അതിലെങ്ങനെ ഹാബിറ്റ് ചെയ്യണം എന്നുള്ളത് ആണ് പ്രോഗ്രാമിംഗ് മോഡലും ഇംപ്ലിമെന്റേഷനും തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മള് വെബ് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചറിൽ പല മോഡൽസ് നമ്മൾ കണ്ടു, ഫ്രണ്ട് എൻഡ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പോ നമ്മൾ പാർട്ടീഷനിങ്, സ്കെയിലിംഗ് ഒന്നും നമ്മളിപ്പോ കണക്കിലെടുത്തിട്ടില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഡാറ്റ ഇന്റൻസീവ് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ നമ്മൾ പറയുമ്പോൾ സ്പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്പാർക്ക് ഡാറ്റ പാരലലിസം ആണ്, ടാസ്ക് പാരലലിസം എന്താണ്, ക്യൂയിങ്, സ്ട്രീമിംഗ്, പെർസിസ്റ്റൻസ്, ഇത് തന്നെ എങ്ങനെയാണ്, റിട്ടൻഷൻ പീരീഡ് എങ്ങനെ ഉപയോഗിക്കാം, സ്റ്റോറേജ് സിസ്റ്റംസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, NoSQL ഡാറ്റാബേസസിന്റെ പ്രസക്തി എന്താണ്. അപ്പൊ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഓവറോൾ ഇത് വേണം. ഇനിയും പറയാനുണ്ട്, പക്ഷെ ഞാനിപ്പോ ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഡിസൈൻ ഈസ് മോസ്റ്റ്ലി കൺസേൺഡ് അബൌട്ട് ദ ബിഹേവിയറൽ ആസ്പെക്ട്സ് ഓഫ് യുവർ IT അസറ്റ്സ്. പിന്നെ നമ്മൾ സ്പാർക്കിന്റെ ഡിസൈനിനെ കുറിച്ച് പറഞ്ഞു, RX, റിവേഴ്സ് ലിങ്ക്, പാരലൽ ലിങ്ക് എന്താണ്, പാരലൽ പ്രോഗ്രാമിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെവൽ വന്നാലാണ് സ്പാർക്ക്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് RX അറിയാമെങ്കിൽ അല്ലെങ്കിൽ ജാവ സ്ട്രീംസ് അറിയാമെങ്കിൽ നമുക്ക് സ്പാർക്ക് പ്രോഗ്രാം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഓക്കെ, ദർ ആർ സ്കേലബിലിറ്റി ഇഷ്യൂസ്, ട്യൂണിങ് പാരാമീറ്റേഴ്സ്, അത് ഇറ്റ്സ് എ ട്രയൽ ആൻഡ് എറർ പ്രോസസ്, ഓർ അത് ബൈ വർക്ക് ചെയ്തേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ സ്പാർക്കിന്റെ ഡിസൈനിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ സ്പാർക്ക് ബേസിക്കലി ഒരു ഡാറ്റ സോഴ്സും ട്രാൻസ്ഫോം ആൻഡ് ആക്ഷൻ ആണ് അതിന്റെ ഫണ്ടമെന്റൽ പ്രിമിറ്റീവ്. സ്പാർക്കിന് RDD എന്നുള്ളൊരു API ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല ഡാറ്റ ടേബിള്, ഡാറ്റ സെറ്റ്, അങ്ങനെ പല ഇതുണ്ട്. അതേമാതിരി തന്നെ അതിന്റെ മുകളിൽ സ്പാർക്ക് QL ഉണ്ട്. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. അറ്റ് എ ഫണ്ടമെന്റൽ ലെവൽ വെൻ യു ആർ ആക്ച്വലി തിങ്കിങ് അബൌട്ട് ഡാറ്റ ഇന്റലിജൻസ് സിസ്റ്റം, ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ സീരിയൽ, സിങ്ക്രണസ്, പാരലൽ, ഡിസ്ട്രിബ്യൂട്ടഡ്, സിംഗിൾ പ്രോഗ്രാമിംഗ് മോഡൽ ഉപയോഗിക്കുന്നത്. അത് അവിടെയാണ്. അതായത് എന്താണെന്ന് വെച്ചാല് സ്കാലയുടെ ഒക്കെ ഒരു ബ്യൂട്ടി ഇരിക്കുന്നതെന്ന് വെച്ചാല് C# കേസിലാണെങ്കിലും അവർ കളക്ഷൻ API ആയിട്ട് അത് മാപ്പ് ചെയ്തു. പിന്നെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗിന്റെ ലേസി കോമ്പോസിഷൻ വെച്ചിട്ട് അവർക്ക് കുറെ ചെയ്യാൻ പറ്റി. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്, സ്ട്രീം പ്രോഗ്രാമിംഗ്, ജനറിക് പ്രോഗ്രാമിംഗ്, ടാസ്ക് പാരലൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോ TPL എന്ന് പറഞ്ഞിട്ട് .NET-ലും മറ്റേ എക്സിക്യൂട്ടർ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് ജാവയിലും അവൈലബിൾ ആണ്. പ്രോഗ്രാമിംഗ് മോഡൽസിനെ കുറിച്ച് നല്ല ധാരണ വേണം. ഇത് ഞാൻ ഇപ്പൊ ഈ ഏരിയയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസ് മിക്ക സൗത്ത് ഇന്ത്യൻസ് അല്ല. ഇപ്പൊ ഞാൻ കാണുന്ന പ്രോഗ്രാമേഴ്സിനൊക്കെ ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഇനിയിപ്പോ ഉള്ളവരാണെങ്കിൽ ദേ ആർ ടു മച്ച് ഇൻ ലവ് വിത്ത് ദോസ് തിങ്സ്. FP ഒക്കെ എന്താ പറയാ ആസ് എ റിലീജിയൻ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനെ കുറിച്ചല്ല, ഒരു പ്രാക്ടിക്കലി എങ്ങനെ ഹൗ യു ക്യാൻ ആക്ച്വലി
ഇൻസ്റ്റാൻഷിയേറ്റ് ദോസ് മോഡൽസ് ഇൻ യുവർ റിയൽ ലൈഫ് ആണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇംപ്ലിമെന്റേഷൻ ഡീൽസ് വിത്ത് ഹൗ യു എൻകോഡ് യുവർ സൊല്യൂഷൻ. അപ്പോൾ ടെക്നിക്കൽ ഡെറ്റ് ഉണ്ടാവും, കോഡ് സ്കിൽ ഉണ്ടാവും, റീഫാക്ടർ ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു കോംപ്ലക്സിറ്റിക്ക് എതിരെയുള്ള ഒരു ധർമ്മയുദ്ധമാണ് ഒരു എന്റർപ്രൈസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പറിന്റെ ജീവിതം. അപ്പോൾ ഈ ഏരിയയിൽ മിനിമം ഈ 4 ഏരിയയിലെങ്കിലും ഹി ഷുഡ് ആക്ച്വലി ഗെയിൻ കോമ്പറ്റൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പൊ നമ്മൾ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോ ഫോർ സംതിങ് where I started with nothing, okay, so we have got at least കുറെ ടെക്സ്റ്റ് കോർപ്പസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ നോട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.